ഈ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ സൈന്യത്തിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മന്ത്രി ജോർജ് കുര്യനെ നമ്മൾ കണ്ടു. അപ്പോൾ പലരുടെ ഒരു സംശയം സുരേഷ് ഗോപി എവിടെയാണെന്നാണ്. എൻ്റെ ഒരു സംശയമുണ്ട്, ഇപ്പോൾ സുരേഷ് ഗോപി എവിടെയാണ്? സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഏറ്റവും പുതിയ വിവരം ഞാൻ പറയാം. നാളെ രാവിലെ 6 മണിക്ക് സുരേഷ് ഗോപി കരിപ്പൂരിലെത്തും. 8 മണിക്ക് വയനാട്ടിലെത്തും. ഇവിടെ നടന്ന സ്ഥലത്ത് വയനാട്ടിലെത്തും. എവിടെ നിന്നോ? ഡൽഹിയിൽ നിന്നും. അപ്പോൾ സുരേഷ് ഗോപി എവിടെ എന്ന് ചോദിച്ചു. ഭയങ്കര സൈബർ ആക്രമണമാണ്. തൃശ്ശൂർ അങ്ങ് എടുത്തു. തൃശ്ശൂർ കൊടുത്തു കഴിഞ്ഞ് ഈ നാട്ടിൽ ഇത്രയും വലിയ കൊടിയ ദുരന്തമുണ്ടായിട്ട് ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. നന്ദിയില്ലാത്ത മനുഷ്യനാണ്. തൃശ്ശൂർകാർക്ക് ഇങ്ങനെ കിട്ടണം, ചാണകം ചവിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകൾ സുരേഷ് ഗോപി എവിടെ എന്ന് ചോദിച്ചില്ല. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാത്രമല്ല, എൻഡോൾ സൾഫാൻ്റെ കാലം മുഴുവൻ അന്വേഷിക്കണം. കാസർഗോഡ് അല്ലേ? അന്നൊക്കെ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായിട്ട് സിനിമ നടനാണ്. അവിടെയൊക്കെ ഈ മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ എവിടെയൊക്കെ മനുഷ്യനെത്തണോ അവിടെയൊക്കെ സുരേഷ് ഗോപി എന്ന മനുഷ്യനുണ്ടായിരുന്നു. അതെ അതെ. 2 കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ കൊല്ലത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെ ചെന്ന് കണ്ട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ച 2 പേരേ ഉള്ളൂ. ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് സുഷമ സ്വരാജുമായിരുന്നു. 2 പേരുടെ പേരിൻ്റെ ആദ്യം സു ഉണ്ട്. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് അർത്ഥം അല്ലേ? സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല ദർശനം എന്നർത്ഥമുണ്ട്. സു നല്ലതാണ്. എൻ്റെ പേരിൻ്റെ അറ്റത്തും ഒരു സു ഉണ്ട്. നമ്മൾ നിൽക്കട്ടെ. അപ്പോൾ നല്ല മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് സുരേഷ് ഗോപി. എന്നിട്ട് ചിലപ്പോൾ പറയും നല്ല മനുഷ്യനൊക്കെയാണ്, പക്ഷേ ചാണകം ചവിട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന ഈ നാട്ടിൽ ഇപ്പോൾ പറയുന്ന ആളുകൾ ഇപ്പോൾ സുരേഷ് ഗോപി എവിടെ എന്ന് പറഞ്ഞ് വലിയ സൈബർ ആക്രമണം നടത്തുന്ന ആൾ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ഈ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും കാണാത്തത് എന്തുകൊണ്ടാണ് എന്നൊന്നും അന്വേഷിച്ചില്ല. അദ്ദേഹം ഒരു മനുഷ്യനില്ലേ? അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും വയനാട്ടിൽ ആദ്യത്തെ ഒരു പിക്കാസും എടുത്ത് മുന്നിൽ നിൽക്കും വേണ്ടി വന്നാൽ സുരേഷ് ഗോപി. അനുഭവത്തിലൂടെ നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സുരേഷ് ഗോപി ഈ ദുരന്തം ഉണ്ടായി 4-5 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാനില്ലെങ്കിൽ എന്തു പറ്റി നമ്മുടെ സുരേഷ് ഗോപിക്ക് എന്ന് തിരക്കല്ലേ വേണ്ടിയിരുന്നത്? അതെ, പക്ഷേ എല്ലാവരും ചോദിക്കുന്നത് സുരേഷ് ഗോപി എവിടെയെന്ന്. അതാണ്, സുരേഷ് ഗോപിക്ക് എന്തു പറ്റി എന്ന് ആരും ചോദിച്ചില്ല. മാധ്യമങ്ങളും ചോദിച്ചില്ല. മാധ്യമങ്ങൾക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, അവർ ഈ സുരേഷ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം നടക്കുമ്പോഴെങ്കിലും സുരേഷ് ഗോപി എവിടെയാണ് എന്ന് ചോദിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ചെയ്യില്ല. അവർക്കറിയാം. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഡൽഹിയിൽ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും സുരേഷ് ഗോപി എവിടെയാണെന്നറിയാം. അവർ മനഃപൂർവ്വം അത് മറച്ചു വെച്ച് സുരേഷ് ഗോപിക്കെതിരെ ഇവിടെ ഒരു സൈബർ അറ്റാക്ക് നടന്നോട്ടെ, തൃശ്ശൂരുകാർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞ പറ്റിയ അബദ്ധം തിരുത്താൻ ഭാവിയിലെങ്കിലും ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് കരുതി മനഃപൂർവ്വം തമസ്കരിച്ച ഒരു വാർത്തയാണ്. സുരേഷ് ഗോപി ഡൽഹിയിൽ അതികഠിനമായ വൈറൽ ഫീവർ ബാധിച്ച് കിടപ്പിലായിരുന്നു. അത് പറയണ്ടേ? ഈ മനുഷ്യനെതിരെ സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സുരേഷ് ഗോപിക്ക് കടുത്ത പനിയാണ്, അദ്ദേഹം എണ്ണീക്കാൻ വയ്യാതെ ഡൽഹിയിൽ കിടപ്പാണ് എന്ന് പറയേണ്ട ബാധ്യത നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. സുരേഷ് ഗോപിയോട് ഈ ദുരന്തം ആദ്യം വിളിച്ചു പറയുന്നത് നമ്മുടെ BJPയുടെ നേതാവായ സന്ദീപ് വാര്യരാണ്. സംഭവം ഉണ്ടായ അന്ന് തന്നെ 6 മണിക്ക് സുരേഷ് ഗോപിയെ വിവരം അറിയിച്ചു എന്നാണ് സന്ദീപ് വാര്യർ എന്നോട് പറഞ്ഞത്. സന്ദീപ് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി അറിയുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഓഫീസിനെ അറിയിച്ചു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ജോർജ് കുര്യനെ ഈ കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ജോർജ് കുര്യൻ അവിടെ വന്നു. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്നത്, ഇപ്പോൾ മോഹൻലാൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മോഹൻലാൽ അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മോഹൻലാൽ പോകുന്നത് വളരെ ലൈവായി കാണിക്കുന്നുണ്ട്. നല്ല കാര്യം. കാരണം കൂടുതൽ ആളുകൾക്ക് അവിടെ എത്താനും ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം നൽകും മോഹൻലാലിനെ പോലെയുള്ള ആളുകളുടെ സന്ദർശനം. മുഖ്യമന്ത്രിയും എത്തി. ഇതൊക്കെ ലൈവായി കണ്ടു. എല്ലാ മാധ്യമങ്ങളെയും കണ്ട് സംസാരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയത്. ഗവർണർ പോയതും കണ്ടു. ഗവർണർ മാധ്യമങ്ങളോട് സംസാരിച്ചെന്ന് തോന്നുന്നു. കാര്യമായി സംസാരിച്ചില്ല. അദ്ദേഹം അവിടെ നിന്നാൽ ഞാനിവിടെ നിൽക്കുന്നത് ഇതിനൊക്കെ തടസ്സമാകുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം തിരിച്ചുപോയി. ഇപ്പോൾ ചിലർ ചോദിക്കുന്നു പ്രധാനമന്ത്രി എന്താ വരാത്തത്? പ്രധാനമന്ത്രി എങ്ങാനും അവിടെ വന്നാൽ എന്തായിരിക്കും? സകല രക്ഷാപ്രവർത്തനവും നിൽക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി എല്ലാം വന്ന് പോലീസും എല്ലാം സേനയും എല്ലാം കൂടെ പ്രധാനമന്ത്രിയെ പൊതിയാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വരാറ്. പ്രധാനമന്ത്രി വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ജോർജ് കുര്യൻ, സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ജോർജ് കുര്യൻ അവിടെ പോയത്. കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമായിട്ട് സുരേഷ് ഗോപിയുടെ നിർദ്ദേശം എന്നതിലുപരി കേന്ദ്രത്തിൻ്റെ തീരുമാനപ്രകാരം ജോർജ് കുര്യൻ അവിടെ ചെന്നു. അദ്ദേഹം ഒരു ഷോയും നടത്തിയില്ല. ഒരു ചാനലിന് മുന്നിൽ വർത്താനം പറഞ്ഞു. അവിടെ വന്ന് മണ്ണിലിറങ്ങി നടന്നു, ആ ചള്ളക്കകത്തോടെ നടന്നു. രാഹുൽ ഗാന്ധി വന്ന് പോയതല്ല, മുണ്ടൊക്കെ മാടി കുത്തി ജോർജ് കുര്യൻ അതിലെ പോയി വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. കേന്ദ്രം സൈന്യത്തെ അയച്ചു കൊടുത്തു. സൈന്യമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ബഹുഭൂരിപക്ഷം ചെയ്യുന്നത്. കാരണം സൈന്യത്തിനെ ചെയ്യാൻ പറ്റൂ പല കാര്യങ്ങളും. നാട്ടിലെ 100 കണക്കിന് യുവാക്കൾ പല സംഘടനകളിൽപ്പെട്ടവരൊപ്പം ഉണ്ട്. അവർ വലിയ സേവനമാണ് ചെയ്യുന്നത്. എന്നാൽ പോലും സൈന്യം വഹിക്കുന്ന പങ്കിനെ അത്ര കാര്യമായിട്ടൊന്നും നമ്മുടെ മാധ്യമങ്ങളും സർക്കാരും ഒന്നും
അംഗീകരിച്ച് കാണുന്നില്ല. ബെയിലി പാലം ഉണ്ടാക്കിയത് പൊതുമരാമത്ത് വകുപ്പാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പോസ്റ്റ് പോലും ഇട്ടത്. അതിലും സൈന്യം എന്നൊരു വാക്ക് പോലും ഇല്ല. സൈന്യം ഉണ്ടാക്കിയ ബെയിലി പാലം എന്നും എഴുതാൻ ഇവിടുത്തെ മന്ത്രിക്ക് പോലും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ജോർജ് കുര്യൻ ഒരു നാടകവും നടത്താതെ വന്നിട്ട് തിരിച്ചു പോയത്. അപ്പോഴാണ് സുരേഷ് ഗോപി എന്ത് ചെയ്തു, സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം. ഒരു മനുഷ്യനെ നമ്മൾ എന്നും കാണുന്ന, നമ്മുടെ എല്ലാ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളെ കാണാതായാൽ അയാൾക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്നതിന് പകരം അയാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പരിപാടി ഒരു മനോവൈകൃതമായി മലയാളിക്കുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, സുരേഷ് ഗോപിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടത്തിയ ആളുകളുടെ പേര് ഞാനിത് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇത് ചില ആളുകളെ കുറ്റപ്പെടുത്താൻ തന്നെ പറയുകയാണ്. അവരൊന്ന് സ്വയം ആലോചിക്കണം. ചില പ്രത്യേക പേരുള്ള ആളുകളാണ് സുരേഷ് ഗോപി എന്ന് കേട്ടാൽ ചീത്ത വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ തൃശ്ശൂരെ ഒരു കോളേജിലെ പരിപാടി പങ്കെടുക്കുന്ന വീഡിയോ ഉണ്ട്. അതിൻ്റെ താഴെയും ചില പേരുകാർ വന്ന് ആക്രമിക്കുകയാണ്. ഇങ്ങനെ അന്ധമായി സുരേഷ് ഗോപിയോടുള്ള വിരോധം കാണിക്കാൻ അദ്ദേഹം നിങ്ങളെ എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി ചേർന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടി ചേർന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ ഇങ്ങനെ നിരന്തരം സൈബർ ആക്രമണം നടത്തുന്ന നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ലജ്ജ തോന്നും എന്ന് പറയാൻ നിവർത്തിയില്ല. അപ്പോൾ പേര് ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക്. അത് കൻവാർ യാത്ര നടത്തുമ്പോൾ പേരെഴുതി വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചില പേരുകൾ കാണുമ്പോൾ അലർജി ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യന് നേരെ നിരന്തരം നടന്ന സൈബർ ആക്രമണം. ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കൂ, സുരേഷ് ഗോപിക്കെതിരെയുള്ള നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് ആരാണ്? അപ്പോൾ കേരളം എങ്ങനെ മാറിപ്പോയിരിക്കുന്നു അല്ലേ? അതെ, അത് വല്ലാത്ത കഷ്ടമാണ്. അതായത് സുരേഷ് ഗോപി നാളെ രാവിലെ 6 മണിക്ക് കരിപ്പൂരിലെത്തും, 8 മണിക്ക് വയനാട്ടിലെത്തും. ഇത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം ഇതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്. ഇപ്പം ബജറ്റ് വന്നല്ലോ. ബജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ കിങ്ങിണിക്കുട്ടനുണ്ടല്ലോ, നമ്മുടെ കരുണാകരൻ്റെ മകൻ, എന്താ മുരളീധരൻ. മുരളീധരൻ കിങ്ങിണിക്കുട്ടനൊക്കെയാണ് പെട്ടെന്ന് വരുന്നത്. അതേ ഓർമ്മ വരുള്ളൂ. കാരണം എന്താണ് ഈ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ? കേരളത്തിൻ്റെ ഈ MP ആയിരുന്ന കാലത്ത് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുള്ള ആളാണ് K മുരളീധരൻ? ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം MP ഫണ്ട് പോലും മുഴുവൻ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു MP ആണ് K മുരളീധരൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ ഓർത്തിരിക്കുക? അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ള പേര്, പറ്റിയ പേര് ഓർത്തു പോയത്. എനിവേ, നമ്മുടെ വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എയിംസ് എവിടെ? തൃശ്ശൂരുകാർ ജയിപ്പിച്ചു വിട്ട ആൾ എയിംസ് എവിടെ എന്താ കൊണ്ടുവരാത്തുന്നത്? സുരേഷ് ഗോപി MP ആയിട്ട് എത്ര കാലമായി? 2 മാസം അല്ലേ? ഇടപ്പോൾ 60 വർഷം അവിടെ MP മാരായിട്ടിരുന്ന ആളുകൾക്ക് ഇക്കാലം അത്രയും കൊണ്ടുവരാൻ കഴിയാതിരുന്ന കാര്യം 2 മാസം മാത്രം MP ആയ സുരേഷ് ഗോപി കൊണ്ടുവന്നില്ല എന്ന് പറയുന്ന ഇവരെയൊക്കെ തെരണ്ടിവാലിനടിക്കാൻ ഈ നാട്ടിൽ ആളില്ലാഞ്ഞിട്ടാണ്. തൃശ്ശൂർക്കാർക്ക് കിട്ടണം, ഇത് തന്നെ കിട്ടണം, തൃശ്ശൂർക്കാർ അനുഭവിക്കണം, ഇനി അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടാൻ വിവരദോഷികൾ കാണിക്കും. ഒരു MP ആയിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ തരംതാണ നെറികെട്ട് നിരാശാബോധത്തിൽ നിന്ന് പറയുന്ന ജൽപ്പനങ്ങൾ, അങ്ങനെ പറയും, വെറും ജൽപ്പനകൾ നടത്തുന്ന ഒരു ജനപ്രതിനിധി ചുമ്മാ അതല്ല ജനം തോപ്പിച്ച് വീട്ടിയിരുത്തിയത്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത്ര നിലവാര തകർച്ചയാണെന്ന് പോലും ചിന്തിച്ചു പോകത്തില്ല ആളുകൾ ഇങ്ങനെയൊക്കെ കേട്ട്. നമ്മൾ ചില ആളുകൾക്ക് നിലവാരം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതാണ് കുഴപ്പം. ഈ ചില പേരുള്ള ആളുകൾക്ക് എന്ത് നിലവാരമുള്ളത്? നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നൊരു MP ഇവിടെയുണ്ട്. സത്യത്തിൽ കേസെടുക്കേണ്ടതാണ്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ എതിരെ ഇത്തരം പ്രസ്താവന നടത്തിയ കേസെടുക്കാൻ വകുപ്പുണ്ട് നമ്മുടെ നാട്ടിൽ. നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം പറഞ്ഞത് ഇസ്രായേലുകാർ അറിഞ്ഞാൽ അവരെ മൊസാദിൻ്റെ ഒരാളെ വെട്ടി ഇയാളെ തട്ടിക്കളയും അല്ലേ? അതെ. എത്ര നീചമായ 4 വോട്ട് കിട്ടാൻ, 4 കയ്യടി കിട്ടാൻ വേണ്ടി എന്ത് പന്നത്തരവും ചെയ്ത ചില രാഷ്ട്രീയക്കാരിവിടെയുണ്ട്. അവർക്ക് മുന്നിൽ സുരേഷ് ഗോപി വേറിട്ടൊരു മനുഷ്യൻ. ഇവർക്കൊന്നും സുരേഷ് ഗോപിയുടെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയില്ല. നമ്മൾ സുരേഷ് ഗോപിയുടെ വക്കാലത്ത് എടുക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യനോട് കാണിക്കുന്ന നെറികേടുണ്ടല്ലോ. എത്ര കാലമായി ഈ മനുഷ്യനെ വേട്ടയാടി നിങ്ങൾ എന്തെല്ലാം അപവാദം പറഞ്ഞു. അദ്ദേഹം ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് പുച്ഛമാണ്. അദ്ദേഹം പനിച്ച് കിടന്നാൽ, സുഖമില്ലാതെ കിടന്നാൽ അതുപോലും മറച്ചു വെച്ചിട്ട് എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയം ഒന്ന് അവസാനിപ്പിച്ചാലേ കേരളം രക്ഷപ്പെടത്തുള്ളൂ. ഏതായാലും സുരേഷ് ഗോപി നാളെ വരും. നമുക്ക് അറിയാമായിരുന്നല്ലേ സുരേഷ് ഗോപി ഈ ദുരിത മേഖലകളിലൊക്കെ ഓടി പറിച്ചെത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഈ പറഞ്ഞ മുരളീധരനെ പോലെയുള്ള ചില ആളുകൾക്ക് എന്താ അവരെക്കുറിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. ജനം പൂരിപ്പിക്കട്ടെ, ആളുകൾക്ക് മാത്രമേ മനസ്സിലായി. പിന്നെ കുറേ ആളുകൾക്ക് സുരേഷ് ഗോപി എന്നുള്ള പേര് കേൾക്കുമ്പോൾ കലിതുള്ളുന്ന ചില പേരുകാർക്കും പ്രശ്നമാണ്. സുരേഷ് ഗോപി വരുന്നുണ്ട് നാളെ. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ കാണും. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും വരും. പ്രധാനമന്ത്രി വരാത്തത്
ഇപ്പോൾ വന്നാൽ ശരിയാവത്തില്ല, ഇപ്പോൾ വന്നാൽ ശരിയാവില്ല. ശരിക്കും അവിടുത്തെ ജില്ലാ ഭരണകൂടം ഇപ്പോഴും രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വന്നാൽ DGP ഉൾപ്പെടെ മുഴുവൻ പോലീസ്, ഒരു 10,000 പോലീസുകാർ വേണ്ടി വരും. പ്രോട്ടോകോൾ മുഴുവൻ പാലിക്കാതെ വെറുതെ മുണ്ടും മടക്കി കുത്തി പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ ഏതായാലും കേന്ദ്രത്തെ സംബന്ധിച്ച് കേന്ദ്രമാണ് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ സേനയാണ് അവിടെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അവരൊന്നും ചെറുതായി കാണിക്കില്ല. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന, അവർ ട്രെയിൻഡ് അല്ലാത്ത കാര്യമാണ് സൈന്യം ചെയ്യുന്നത്. സൈന്യത്തിന് നമുക്ക് സല്യൂട്ട് കൊടുക്കാം. സൈന്യം നമ്മുടെയാണ്. നാളെ ഇത് കഴിഞ്ഞാൽ സൈന്യത്തെ കുറ്റം പറയാനും നമ്മുടെ ആളുകളുണ്ടാവും, അതും അറിയാം. സുരേഷ് ഗോപി, ഒരിക്കൽ കൂടി പറയാം, സുരേഷ് ഗോപി വരുന്നുണ്ട്. അദ്ദേഹത്തിന് പനിയായിരുന്നു. അദ്ദേഹത്തെ തെറി പറഞ്ഞ ആളുകൾ മാപ്പൊന്നും പറയാൻ പോണില്ല. എന്നാലും ഇനി നാളെ സുരേഷ് ഗോപി വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേറെ കുറ്റം പറയും. സുരേഷ് ഗോപി വന്നിറങ്ങി സിനിമാ സ്റ്റൈലിൽ വന്നു എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. നമുക്ക് കാണേണ്ടി വരും. ഏതായാലും കൂട്ടത്തിൽ ഇത്രയും പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതിൽ കുറേ വെട്ടിപ്പൊക്കെ ചില നേതാക്കന്മാരൊക്കെ നടത്തിയിട്ടുണ്ട്. ഫണ്ട് വകമാറ്റി കൊടുത്തിട്ടുണ്ട്. ലോകായുക്തയിൽ കേസുമുണ്ട്. എന്നാലും വയനാടിനെ പുനർനിർമ്മിക്കണം, പുനരധിവസിപ്പിക്കണം. അതിന് പണം വേണം. വ്യക്തികൾക്കല്ല പണം കൊടുക്കേണ്ടത്, മാധ്യമ സ്ഥാപനങ്ങൾക്കല്ല പണം കൊടുക്കേണ്ടത്, സർക്കാരിനാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തീർച്ചയായും അവരുടെ വികാരം മാനിക്കുന്നു. നിങ്ങളുടെ ആശങ്ക ശരിയാണ്. ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ ആക്ഷേപങ്ങളുണ്ട്, ലോകായുക്തയിൽ കേസുണ്ട്. എറണാകുളത്തുൾപ്പെടെ ഈ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ ഫണ്ടാകെ മോശമാണ്, ആ ഫണ്ടേ കൊള്ളില്ല എന്നുള്ള നിലപാടെടുക്കാൻ ABC മലയാളത്തിന് കഴിയില്ല. മുഖ്യമന്ത്രി അതിൻ്റെ വകുപ്പ് അത് കൈകാര്യം ചെയ്തതിൽ പോരായ്മകളും ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു നയാ പൈസ പോലും അതിലേക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് മര്യാദയല്ല, അതല്ല രീതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കണം, സഹായിക്കണം. ഇനി അത് അത്തരം മുൻകാലങ്ങളിൽ നടന്ന പോലുള്ള തെറ്റുകൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യാം. അല്ലാതെ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ പ്രേക്ഷകരും ആവും വിധം സഹായിക്കണം. ഇത് പേടിച്ചിട്ടല്ല. ABC പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും, നാളെയും പറയും. ABC-ക്കെതിരെ മുഖ്യമന്ത്രി കേസെടുക്കാതിരിക്കാൻ പേടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്. ABC പറയാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ടി വന്നാൽ പറയും. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് CPM-ൻ്റെ ഫണ്ടല്ല, പിണറായി വിജയൻ്റെ വീട്ടിലെ ഫണ്ടുമല്ല, ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് വിജയിപ്പിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അതുകൊണ്ട് ഭയന്നിട്ടല്ല ABC എന്ന് പറയുന്നത്, നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നാടുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.